ഹായ് ഓൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് ബയോസൈക്കോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലല്ല, 10ാം ക്ലാസ് തന്നെ, 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നുണ്ട്. ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസ്. നമ്മള് നെർവ്സിനെ പറ്റി പഠിക്കാണ്. നമ്മുടെ നാഡീകോശം, നമ്മള് ശരീരം മൊത്തം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, സെൽസ് കൊണ്ടാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നാഡീകോശം അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലിന് ന്യൂറോൺ എന്നാണ് വിളിക്കാറുള്ളത്. ഈ ന്യൂറോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സൂചി കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന ഈ ന്യൂറോൺസിലൂടെ പാസ് ചെയ്തിട്ടാണ് എന്റെ ബ്രെയിനിലെത്താം. എന്നിട്ട് അറിയും ഒരു സൂചിയോട് കുത്തി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ബ്രെയിൻ തിരിച്ച് മെസ്സേജ് പാസ് ചെയ്ത് കൈ വലിച്ചേക്കുക. അപ്പൊ അത് ഇങ്ങനെ പോയിട്ട് ആണ് ഞാൻ കൈ വലിക്കുന്നത്. ഡീഡയിൽ നടക്കുന്നുണ്ടോ ഇത്? അപ്പൊ ഈ മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നത് ന്യൂറോൺസ് കൂടിയാണ്. ആ പാസ് ചെയ്യുന്ന മെസ്സേജിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കും. ന്യൂറോൺസിനെ പറ്റി പഠിക്കുന്ന വിഭാഗമാണ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. പല പ്രത്യേകതകളും നെർവ് സെല്ലിന്, മറ്റു സെല്ലിനെ പോലെ സെൽ ബോഡി അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇതിനൊരു ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്. പിന്നെ ഒരു നെർവിൽ നിന്ന് ഒരു നെർവിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നത്. പല നെർവ്സും നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനരുദ്ധരിക്കില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നെർവ്സിനെ പറ്റി നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ, ഈ ന്യൂറോണിനെ പറ്റിയും നെർവ് ഇമ്പൾസിനെ പറ്റിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒത്തിരി ടെക്നിക്കൽ ടേംസ് വരുന്നതിനെ കൊണ്ട് തന്നെ വളരെ പതുക്കെ കുറച്ചായിട്ടായിരിക്കും നമ്മൾ എടുത്തിട്ട് പോവാം. പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഡെയിലി ഈ അരമണിക്കൂറേ ഞാൻ എടുക്കുന്നുള്ളൂ. ആ അരമണിക്കൂർ നിങ്ങൾ ലൈവിൽ കയറാം, ഷോർട്ട് നോട്ട് എഴുതിയാൽ മാത്രമേ അരമണിക്കൂർ ലൈവ് കേൾക്കാനും അരമണിക്കൂർ അന്ന് പഠിച്ച ഭാഗങ്ങൾ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ നല്ല മാർക്കില്. സോണി സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്. പുള്ളിക്കാരന് 38 മാർക്ക് ഉണ്ട്. ഇതില് യൂണിറ്റ് 2 എന്താണ്? ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസ്. സാന്റിഗോ റോയമൻ വൈറ്റ് കാജൽ, അദ്ദേഹമാണ് ഫാദർ ഓഫ് ന്യൂറോ സയൻസ്. അദ്ദേഹമാണ് ഫോട്ടോയിൽ ഇരിക്കുന്നത്. 1887 that the nervous system was made up of individual cells. ആണോ? 1887 അദ്ദേഹം ഈ ഒരു ന്യൂറോ സയൻസ് എന്ത് ഘട്ടത്തിലാണ് നെർവസ് സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. മൊത്തം നെർവസ് സിസ്റ്റം ഉണ്ടാക്കി ഇൻഡിവിജ്വൽ സെല്ല്, ഓരോ ന്യൂറോണും കൂടി ചേർന്നിട്ടാണ് മൊത്തത്തിൽ എന്താവുന്നത് നെർവസ് സിസ്റ്റം. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി 1906 ഫോർ ദ വർക്ക് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദി നെർവസ് സിസ്റ്റം. അദ്ദേഹമാണ് ആദ്യമായിട്ട് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരു നെർവ് സെല്ല് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സെൽ ബോഡി. ഈ മൊത്തത്തിലുള്ള സാധനമാണ് എന്ത് സെൽ ബോഡി എന്ന് പറയുന്നത്. ഈ സെൽ ബോഡിയുടെ ഈ ഒരു അറ്റയില് അല്ലെങ്കിൽ കവറിങ്, അതാണ് സെൽ മെംബ്രെയിൻ. ഈ ശാഖകളില്ലേ, അതാണ് എന്ത് ഡെൻഡ്രൈറ്റ്സ്. ഇനി ഈ ആക്സോൺ തുടങ്ങുന്നത്, ഈ വള്ളിക്കാട്ടോ ആക്സോൺ എന്ന് പറയാ. ഈ ആക്സോൺ തുടങ്ങുന്ന സ്ഥലല്ലേ, ആ തുടങ്ങുന്ന സ്ഥലത്തിനാണ് നമ്മൾ ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഈ വള്ളിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോൺ, ഈ ശരിക്കും ആക്സോൺ എന്താന്ന് പറയും, ഈ മഞ്ഞയില്ലേ, ഈ മഞ്ഞയാണ് ആക്സോൺ. ഇവിടെ കാണുന്നുണ്ട് ഒരു മഞ്ഞ കളർ, അതാണ് ശരിക്കും ആക്സോൺ. ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട്, ആക്സോണിനെ പ്രൊട്ടക്ട്, ഒരു ചെറിയ വള്ളിയല്ലേ, അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു സാധനമാണ് ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ആവരണം ഉണ്ട്. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇതാണ് എന്ത് ബട്ടൺ, സിനാപ്റ്റിക് ബട്ടൺ എന്ന് പറയുന്നത്. ഇതാട്ടോ സിനാപ്റ്റിക് ബട്ടൺ. ഇനി ഈ ഇപ്പം ഒരു മെസ്സേജ് ഈ ഡെൻഡ്രൈറ്റ് വഴി സെൽ ബോഡിയിൽ എത്തി, ആക്സോൺ വഴി ഇവിടെ വരെ എത്തി, ഈ ഒരു
ടെർമിനൽ ബട്ടണിലെത്തും. ഈ ബട്ടണിലെത്തിയാൽ അടുത്ത ന്യൂറോണിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നതിനാണ് സിനാപ്സ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ്, അതായത് രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ ഹില്ലോക്ക്, ആക്സോണ്, മൈലിൻ ഷീത്ത്, അതുപോലെ ബട്ടൺസ്. പിന്നെ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെ സിനാപ്സ് എന്നും വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞു ഓക്കെ ആണോ? ഓക്കെ. ഇനി വരയ്ക്കാൻ നിങ്ങൾക്ക് ന്യൂറോൺ വരയ്ക്കാൻ ഉണ്ടാവാറുണ്ട്. സിമ്പിൾ ആണ് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെയാ വരയ്ക്കാറ്. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഈ ശാഖകളെയാണ് എന്തെന്ന് പറയാ? ഈ ശാഖകളെയാണ് എന്തെന്ന് പറയാ? ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. ഈ മൊത്തത്തിലുള്ള സാധനത്തിനല്ലേ, അതിനെയാണ് സെൽ ബോഡി എന്ന് പറയാം. ഈ ഉള്ളിലുള്ള ഈ ഒരു വട്ട പരിക്കും അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയാം. ഇനി ഈ നീല വരയില്ലേ, ഈ വര തന്നെയാണ് എന്ത്? ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ഇതിനെ കവർ ചെയ്തുകൊണ്ടുള്ളതാണ് മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിന്റെ ഉള്ളിൽ ഒരു സെൽ ഉണ്ടാവും, അതിന് ഷ്വാൻ സെൽസ് എന്നാണ് വിളിക്കാറ് ഉള്ളത്. പിന്നെ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ ടെർമിനൽ ബട്ടൺ എന്നാണ് ആ ബട്ടന്റെ പേര്. ഒന്നെങ്കിൽ ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടെർമിനൽ ബട്ടൺ എന്ന് വിളിക്കും. ഇതാണ് ഒരു സിനാപ്സിന്റെ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇത് വരയ്ക്കാൻ പഠിക്കണം എല്ലാരും. ഇന്നൊരു നോട്ടില് ഒരു ന്യൂറോൺ വരച്ച് അടയാളപ്പെടുത്തിക്കോളാം. ഇനി എന്താണ് ന്യൂറോൺ എന്നാണ് പറയാൻ പോകുന്നത്. ന്യൂറോൺസ് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവസ് സിസ്റ്റം. ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്, ഓരോ ന്യൂറോണുകളും ചേർന്നിട്ടാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസ് എന്താണ്? ആർ ലൈക്ക് ടൈനി കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സ് കോൺസ്റ്റന്റ്ലി സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജ്. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിനെ കൊണ്ടാണ്. അപ്പൊ ന്യൂറോൺസ് ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഒരു ടൈനി കമ്മ്യൂണിക്കേഷൻ സെന്റർ ആണെന്ന് പറയാം. ഓരോ ന്യൂറോണും കണ്ടിന്യൂസ് ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മെസ്സേജ്. The cells of nervous system that receive and send messages within that system are known as neurons. കണ്ടോ, നെർവസ് സിസ്റ്റത്തിലുള്ള സെല്ലുകൾ അവര് മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എന്താറിയോ, അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ? സപ്പോർട്ടിംഗ് സെൽസും ഉണ്ട് നെർവസ് സിസ്റ്റത്തിൽ. അതായത് ന്യൂറോൺസിന് കൂടാതെ സപ്പോർട്ടിംഗ് സെൽ ഉണ്ട്, ഗ്ലിയാൽ സെൽസ് എന്നാണ് അതിനെ പറയാം. ഗ്ലിയാൽ സെൽസ് എന്ത് ചെയ്യൂല? അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യില്ല. ഒരു നെർവസ് സിസ്റ്റത്തിലുള്ള സെല്ലുകൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് റിസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് അങ്ങോട്ട് മെസ്സേജ് കൊടുക്കുകയും ബ്രെയിൻ ഇങ്ങോട്ട് മെസ്സേജ് വാങ്ങുന്നതും പണിയാണ് ന്യൂറോൺസ് ചെയ്യുന്നത്. A neuron is the basic cell of the nervous system. Nervous systemത്തിന്റെ ഒരു ബേസിക് സെൽ, ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺ. The electrical signal that the neuron conducts is known as nerve impulse. അതായത് ന്യൂറോണിലൂടെ പാസ് ചെയ്തു പോകുന്ന മെസ്സേജ്, ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നെർവ് ഇമ്പൾസ്. Seen in varying size and shapes having varied function to perform. നമ്മുടെ ന്യൂറോൺസ് പല പല സൈസുകളിലും പല പല ഷേപ്സിലും കാണപ്പെടാം. പല പല ഫങ്ഷൻസും അവ പെർഫോം ചെയ്യും. The neuron structure is related to function. ന്യൂറോണിന്റെ സ്ട്രക്ചർ അതിന്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് വരാറ് ഉള്ളത്. A typical neuron, ഒരു ടിപ്പിക്കൽ ന്യൂറോണ് സോമ അല്ലെങ്കിൽ സെൽ ബോഡി. സെൽ ബോഡിക്ക് സോമ എന്നൊരു പേരും കൂടി കേട്ടോ. ആക്സോൺ ഉണ്ടാവും, ടെർമിനൽ ബട്ടൺ ഉണ്ടാവും. അതായത് ഏത് ന്യൂറോൺ എടുത്താലും ഒരു സെൽ ബോഡിയും ഒരു ആക്സോണും ടെർമിനൽ ബട്ടണും നിർബന്ധമായിരിക്കും. ഇതാണ് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ന്യൂറോൺ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ബേസിക് ആയിട്ട് എഴുതാനുള്ള ഒരു 6-7 പോയിന്റ്സ് ആണ് ഇത്. ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഒരു ടൈനി കമ്മ്യൂണിക്കേഷൻ സെന്റർ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നുണ്ട്.
അവിടെ റിസീവ് ചെയ്യും, അതായത് നെർവ് സിസ്റ്റത്തിൽ മെസ്സേജ് റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂറോൺ എന്ന് വിളിക്കുക. ന്യൂറോൺസ് റിസീവ് ചെയ്യുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്ങോട്ട്? ഫ്രം ദ ബ്രെയിൻ ആൻഡ് ടു ദ ബ്രെയിൻ. ന്യൂറോൺസ് ബേസിക് സെല്ലാണ് നെർവ് സിസ്റ്റത്തിലെ. ഇനി ന്യൂറോണിലൂടെ കടത്തിവിടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസ്. ന്യൂറോണ് പല പല സൈസ് ഉണ്ട്, പല പല ഷേപ്പ് ഉണ്ട്, പല പല ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻ അനുസരിച്ചിരിക്കും അവരുടെ സ്ട്രക്ചർ. ഏതൊരു ടിപ്പിക്കൽ ന്യൂറോൺ എടുത്താലും അത് സോമ അല്ലെങ്കിൽ സെൽ ബോഡി, ഒരു ആക്സോൺ, ടെർമിനൽ ബട്ടണും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. ഈ സെൽ ബോഡി, ഈ കണ്ട സാധനം കേട്ടോ സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി അല്ലെങ്കിൽ ഇതാണ് സെൽ ബോഡി. സെൽ ബോഡിയുടെ വേറൊരു പേരാണ് എന്ത്? സോമ. സെൽ ബോഡി ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ന്യൂറോൺ. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെൽ ബോഡി ആണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ന്യൂറോൺ. It has a number of organelles floating in cytoplasm such as, അതായത് ഈ സെൽ ബോഡിയിൽ എന്തുണ്ടാവും? സൈറ്റോപ്ലാസം, ഒരു ജെല്ല് പോലത്തതാണ്. അതിൽ ഒരുപാട് സെൽ ഓർഗനലൈസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. ഏതൊക്കെ സെൽ ഓർഗനലൈസ് ആണ്? മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, നിസൽ ബോഡി, RER, അതിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാം കാണപ്പെടും. അതായത് സാധാ കോശത്തിലുള്ള പോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ടാവും? ഒരുപാട് സെൽ ഓർഗനലുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് സെൽ ഓർഗനലുകള്? മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, നിസിൽ ബോഡി ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ RER ഉണ്ട്. It is a metabolic center of the neuron and is also called as soma. Soma means body. Metabolic center ആണ് ഒരു ന്യൂറോണിന്റെ മെറ്റബോളിസം, അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെന്റർ ആണ് സെൽ ബോഡി. സെൽ ബോഡിയുടെ മറ്റൊരു പേരാണ് സോമ. സോമ എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ് അർത്ഥം. ഇനി ഓരോന്നിനും ഇപ്പം ഈ സെൽ ബോഡിയിലുള്ള ഗോൾഗി ബോഡി, നിസൽ ബോഡി, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ രണ്ടെണ്ണം ഉണ്ട്. SCR ഉണ്ട്, RER ഉണ്ട്. SCR എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ ആണ്. RER റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ. രണ്ടും ന്യൂറോണിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ there is a nucleus in the center. സെൽ ബോഡിയുടെ നടുക്കായിട്ട് എന്തുണ്ട്? ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഗോൾഗി ബോഡി ഉണ്ട്. ഗോൾഗി ബോഡി എന്താണ്? പാക്കേജസ് പ്രോട്ടീൻസ് ഫോർ ട്രാൻസ്പോർട്ട് വിത്തിൻ ദ ഔട്ട്സൈഡ് ഓഫ് ന്യൂറോൺ. ന്യൂറോണിന്റെ ഔട്ട്സൈഡിലേക്ക് പോകാനുള്ള പ്രോട്ടീനെ പാക്ക് ചെയ്ത് വിടുന്നത് ഗോൾഗി ബോഡിയാണ്. ഇനി നിസൽ ബോഡി ഉണ്ട്. റൈബോസ് ഓഫ് ക്ലസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസൈസ്. റൈബോസോം ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് കൂട്ടം കൂടി നിൽക്കുന്നതിനെയാണ് നിസൽ ബോഡി എന്ന് പറയുന്നത്. ഈ നിസൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? റൈബോസോമിന്റെ ക്ലസ്റ്റർ അല്ലെങ്കിൽ റൈബോസോമിന്റെ കൂട്ടത്തിനെയാണ് നിസൽ ബോഡി എന്ന് പറയുന്നത്. ഈ നിസൽ ബോഡിയുടെ പണി എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് സെല്ലുലാർ കമ്പോണൻസ്. ഇവിടെ സെല്ലുലാർ കമ്പോണൻസ് ബിൽഡ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് നിസൽ ബോഡിയുടെ ധർമ്മം. പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്. പവർ ഹൗസ് ആണ്. ദ പവർ പ്ലാന്റ്സ് ഓഫ് ദ സെൽ ജനറേറ്റിംഗ് എനർജി ഫോർ ഓൾ സെല്ലുലാർ പ്രോസസ്. ആ സെല്ലിൽ നടക്കുന്ന എല്ലാ, അതായത് ന്യൂറോണിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നടക്കാൻ വേണ്ടി എനർജി ജനറേറ്റ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ ഉണ്ട്, റഫും ഉണ്ട്, സ്മൂത്തും ഉണ്ട്. ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് വേരിയസ് അതർ സെല്ലുലാർ ഫങ്ഷൻസ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സെല്ലുലാർ ഫങ്ഷൻസും ആര് ചെയ്യുന്നുണ്ട്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫും ഉണ്ട്, സ്മൂത്തും ഉണ്ട്. നോക്കിയേ, ഈ കുഞ്ഞ ന്യൂറോണിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെൽ ബോഡി. അതില് സൈറ്റോപ്ലാസ്റ്റിൽ ഒരുപാട് സെൽ ഓർഗനൈസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, നിസൽ ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സെൽ ബോഡി എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ന്യൂറോണിന്റെ മെറ്റബോളിക് സെന്റർ ആണ്. സെൽ ബോഡിയുടെ മറ്റൊരു പേരാണ് സോമ. ഈ സെൽ ബോഡിയുടെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഗോൾഗി ബോഡി എന്ന് പറയുന്നത് ഈ സെല്ലിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ പാക്ക് ചെയ്തിട്ട് ഔട്ട്സൈഡിലേക്ക് എത്തിക്കുന്നത് ഗോൾഗി ബോഡിയാണ്. നിസൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ റൈബോസോമിന്റെ ക്ലസ്റ്റർ ആണ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റിപ്പയർ ആൻഡ് ബിൽഡ് സെല്ലുലാർ
കമ്പോണൻസ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ആണ്. ഈ സെല്ലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. അവിടെ പ്രോട്ടീൻ സിന്തസിസും വേറെ ഒരുപാട് വർക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ന്യൂറോണിന്റെ ആദ്യത്തെ പാർട്ട് സെൽ ബോഡി അല്ലെ. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഏത്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അതായത് ഈ സെൽ ബോഡിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. സെമി പെർമിയബിൾ ആണ്. ആവശ്യമുള്ളത് കടത്തിവിടും, ആവശ്യമില്ലാത്തത് കടത്തിവിടൂല. ഇറ്റ് ഇസ് എ ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ. ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്ന ഡബിൾ ലെയർ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. സെമി പെർമിയബിൾ ആണ്. ആവശ്യമുള്ളത് കടത്തി വിടുള്ളൂ. അതാണ് സെമി പെർമിയബിൾ. കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസിലെ കൺട്രോൾ ചെയ്യുന്നത് ആവശ്യമുള്ളതിനെ പുറത്തേക്ക് കടത്തി വിടും, അകത്തേക്ക് സ്വീകരിക്കും. ആവശ്യമില്ലാത്തതിനെ കടത്തൂല്ല, സ്വീകരിക്കും ഇല്ല. അതുപോലെ പ്ലാസ്മ മെംബ്രെയിന് നെർവ് ഇമ്പൾസിൽ ഇൻവോൾവ് ആണ്. Provides site for electrical activity that occur during nerve impulses and for synaptic activity between two neurons. രണ്ട് ന്യൂറോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യുക. ഇമ്പൾസ് പാസ് ചെയ്യുമ്പോൾ അതിനൊരു സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഈ പ്ലാസ്മ മെംബ്രെയിൻ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ട് ന്യൂറോൺസിൽ നിന്ന് ഒന്നിലേക്ക് മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ വഴി പോകണം. അപ്പൊ ആ ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സൈറ്റ് ആയിട്ട് മാറുന്നുണ്ട് ആര്? പ്ലാസ്മ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ആണ്. സെമി പെർമിയബിൾ ആണ്. മൂവ്മെന്റ് സബ്ജക്ട് സെല്ലിന്റെ പുറത്തും അകത്തുള്ള സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വേണ്ടതിനെ കടത്തിവിടും, സ്വീകരിക്കും. വേണ്ടാത്തതിനെ കടത്തിവിടൂല്ല, സ്വീകരിക്കുകയും ഇല്ല. നെർവ് ഇമ്പൾസിൽ ഇൻവോൾവ് ആണ്. എങ്ങനെ? രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള സിനാപ്റ്റിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്തായിട്ട് മാറും? ഒരു സൈറ്റ് ആയിട്ട്. ഓക്കെ ആണോ? ഓക്കെ മിസ്. അടുത്തതാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പാല് പോലെ ഇരിക്കുന്ന, നാര് പോലെ ഇരിക്കുന്നില്ലേ ബ്രാഞ്ചസ്, അതിനെയാണ് ഓരോ അടുത്ത സെല്ലിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് മെസ്സേജ് സ്വീകരിക്കുന്ന ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്നുള്ള സോമയിൽ എത്തിയിട്ട് സോമയിൽ നിന്ന് ആക്സോണിലൂടെ പോയിട്ട് ബട്ടണിൽ എത്തിയിട്ടാണ് അടുത്ത സോമയിലേക്ക് അത് പോകുന്നത്. ആരാ സ്വീകരിക്കുന്നത്? ഡെൻഡ്രൈറ്റ് ആണ് എപ്പോഴും മെസ്സേജ് സ്വീകരിക്കുക. The dendrite tips have sensory receptors that receive the stimuli from other neuron. ഒരു റിസപ്റ്റേഴ്സ് ഉണ്ടായില്ല. മറ്റൊരു ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് സ്വീകരിക്കാൻ, റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ ഇരിക്കുന്ന ഡെൻഡ്രൈറ്റിലാണ്. ഒന്നിൽ നിന്ന് അടുത്തേക്ക് സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് വഴിയാണ്. Start the process of nerve impulse by sending these impulses to the cell body. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൻഡ്രൈറ്റ് സ്വീകരിക്കും, സെൽ ബോഡിക്ക് കൊടുക്കും, ആക്സോണിലൂടെ പോയിട്ട് ബട്ടിലെത്തും. അടുത്ത ഡെൻഡ്രൈറ്റ് അത് സ്വീകരിക്കും, ബോഡിയിലെത്തും, ആക്സോണിലൂടെ പോയിട്ട് ബട്ടിലെത്തും. ഇങ്ങനെ ആ പ്രോസസ് നടക്കുന്നത് ഡെൻഡ്രൈറ്റിലൂടെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. വെരി ഗുഡ്. ഇനി ആക്സോൺ ആണ്. ഈ നാര് കേട്ടോ, നാരാണ്. ഈ നാര്, ഈ ഓറഞ്ച് കളർ കളഞ്ഞിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന കേട്ടോ മൈലറ്റ് ഷീത്ത്. ഈ ഒരു നാരാണ് ഇങ്ങനെ പോകുന്നത്. അതാണ് ആക്സോൺ. The axon is the neuron's long slender communication. ലോങ് ആണ്, നീളമുള്ള കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണ്. It emerged from a cone-shaped area of the cell body called axon hillock. കേട്ടോ, ഈ കോൺ ഷേപ്പ് ഏരിയയിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. കേട്ടോ, കോൺ ഷേപ്പ് ഇവിടെ ഈ കോൺ ഷേപ്പ് ഏരിയക്ക് പറയുന്ന പേരാണ് ആക്സോൺ ഹില്ലോക്ക്. ആ ആക്സോൺ ഹില്ലോക്ക് എന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇൻസുലേറ്റഡ് ബൈ എ ഫാറ്റി ഷീറ്റ് കോൾഡ് മൈലിൻ ഷീറ്റ്. ഈ ആക്സോണ് ഒരു ഫാറ്റി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരാണ് മൈലിൻ ഷീറ്റ്. The axon carries electrical signals called action potential. അവിടെ സോമയിൽ എത്തുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ, ആ സിഗ്നലിന്റെ പേരെന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അത് ക്യാരി ചെയ്ത് ടെർമിനൽ ബട്ടണിൽ എത്തിയിട്ട് അടുത്തയിലേക്ക് കൊടുക്കുന്നത് ആക്സോൺ. സോമയിൽ എത്തിക്കഴിഞ്ഞാൽ ആക്സോൺ ഹില്ലോക്കിലൂടെ പോയിട്ടാണ് സംഭവിക്കുന്നത്. Away from the cell body towards the terminal end known as terminal buttons. അതായത് ഈ നെർവ് ഇമ്പൾസിന്റെ പേരാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ പേരാണ് എന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇതിനെ ക്യാരി ചെയ്ത് ടെർമിനൽ ബട്ടണിലേക്ക് കൊണ്ടുവന്നത്
ആക്സോൺ ആണ്. The diameter of axon plays critical role. Diameter ഒരു critical role ഉണ്ട്. Larger axon transmits signal faster. വലിയ axons, large axon ഉണ്ട്, അത് പെട്ടെന്ന് സിഗ്നൽ കൊണ്ടുവെക്കും. Influence how quickly information travels in our system. ഒരു ചൂട് പാത്രം നമ്മൾ തൊട്ട് നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ കൈ വലിച്ചിട്ടുണ്ടാവും. Because larger പെട്ടെന്ന് മെസ്സേജ് അങ്ങോട്ടേക്ക് എത്തിക്കും. Axons can branch out into structures called axon collaterals, allowing them to send the same signal to multiple neurons simultaneously. Axon branch ചെയ്യാൻ പറ്റും, സിഗ്നൽസ് പല സ്ഥലത്തേക്ക് ഇങ്ങനെ ചിതറി കൊടുക്കാൻ പറ്റും. എങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ട്, ഈ ബ്രാഞ്ച് ചെയ്യുന്നതിനാണ് ആക്സോൺ കൊളാട്രൽ എന്ന് പറയുന്നത്. ഒരേ സമയം പല സ്ഥലത്തേക്ക് ഇപ്പോ കൈ കൊള്ളുമ്പോഴത്തേക്ക് വേദന അറിയാനും തരി പറയാനൊക്കെ വേറെ സിഗ്നൽ കൊടുക്കണം. ഒറ്റയടിക്ക് ആക്സോൺ കൊളാട്രൽ വഴി നടക്കും. അപ്പൊ ആക്സോണ് ന്യൂറോണിന്റെ ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണ്. അത് സെൽ ബോഡിയുടെ കോൺ ഷേപ്പിലുള്ള ആക്സോൺ ഹിലോക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫാറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ട്, അതിന് മൈലിൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യല് സെൽ ബോഡിയിൽ നിന്ന് ടെർമിനൽ ബട്ടണിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ്. ഈ ഡയാമീറ്റർ വളരെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് നല്ല ഡയമീറ്റർ ഉണ്ടെങ്കിൽ ക്വിക്ലി ഇൻഫർമേഷൻസ് പോകും. പിന്നെ ആക്സോണ് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ആക്സോൺ കൊലാട്രൽ ആയിട്ട് ഒരേ സമയം പല ദിക്കിലേക്ക് ഇമ്പൾസുകൾ കൊടുക്കാൻ അതുവഴി സാധിക്കും. ഓക്കെ ആണോ? ഇത്രയും മതി. അപ്പൊ ഇത് നമ്മൾ എടുത്തത് ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസ് എന്ന പാഠമാണ്. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ന്യൂറോണെ പരിചയപ്പെടുത്തി, ന്യൂറോൺ ഇൻട്രഡക്ഷൻ പറഞ്ഞു. പിന്നെ ന്യൂറോണിന്റെ 3 പാർട്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സെൽ ബോഡി, പ്ലാസ്മ മെംബ്രെയിന്, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. 4 കേട്ടോ. ഓക്കെ ആണല്ലോ? ണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സൈക്കോളജിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് പറയാനുള്ളൊരു ഫ്രീ ക്ലാസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. The class is productive, very informative. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണാം. എത്ര മണിക്കാണ്? ഇപ്പൊ 6 മണിക്ക്.